കേവലം പുസ്തകപ്പുഴുക്കളെ സൃഷ്ടിക്കലല്ല വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഡോക്ടർ ജോൺസൺ പറയുന്നു. തീർച്ചയായും വായിച്ച കാര്യങ്ങൾ മനനം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും കഴിയുന്ന നല്ല വായനക്കാരെ വിദ്യ കുഞ്ഞേ, ദാ വരുന്നു ചേച്ചിയെ. പുസ്തകങ്ങൾ നൽകുന്ന സന്ദേശം ഒന്ന് തന്നെ. കുഞ്ഞേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. അയ്യോ, അത് ഞാൻ മറന്നു. ഇപ്പൊ വരാട്ടോ. വേണമെന്ന് വെച്ചിട്ടല്ല കുഞ്ഞെ, പിള്ളേർക്ക് ബുക്കും പുസ്തകവും വാങ്ങാൻ പൈസ തികയാഞ്ഞിട്ടാ. കെട്ടിയോനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങൊരു പണിയുന്നത് ഷാപ്പിലെ പറ്റ് തീർക്കാൻ മാത്രമേ തികയൂ. ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാട്ടോ. അത് സാരില്ലേ ചേച്ചി. പറഞ്ഞതുപോലെ എന്തായി കുഞ്ഞിന്റെ ജോലിയുടെ കാര്യം? സർക്കാരിൽ നിന്ന് എഴുത്തു വല്ലതും കിട്ടിയോ? ഇല്ലേ ചേച്ചി, ഇന്ന് കിട്ടുന്നാ തോന്നണേ. ഈശ്വര, അടുത്തെങ്ങാനും കിട്ടിയ മതിയായിരുന്നു. ആ, കുട്ടിക്ക് രജിസ്റ്റർ ഉണ്ടായിരുന്നേ. PSC അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണെന്ന് തോന്നുന്നു. ചെലവൊക്കെ ഉണ്ട് കേട്ടോ. ഓ, തരാലോ. ഇവിടെ ഒന്ന് ഒപ്പിട്ടേ. ശരി ശരി. താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എത്ര ന്യായങ്ങൾ പറഞ്ഞാലും ഇതൊരല്പം കൂടുതലായിപ്പോയി. മുതുമല എന്ന ട്രൈബൽ വില്ലേജിലേക്ക് ഏകദേശം 30 കിലോമീറ്ററിലധികമുണ്ട്. ഈ വനത്തിലൂടെ 2 മണിക്കൂറോളം യാത്ര ചെയ്താലേ ഈ പറഞ്ഞ ആദിവാസി ഊരിലെത്തൂ. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇത്ര ദൂരം എങ്ങനെ യാത്ര ചെയ്യും? എന്തു പറ്റി അച്ഛാ? കാത്തിരുന്നൊരു സർക്കാർ ജോലി കിട്ടിയപ്പോൾ അതിങ്ങനെയായി. അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്കൊരു മെഡിക്കൽ ലീവിന് അപേക്ഷിച്ചാലോ? അതൊന്നും വേണ്ട അച്ഛാ. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയല്ലേ. എന്തായാലും ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. മുതുമലയിലെ സ്കൂളിലേക്ക് പുതിയതായി വന്ന ടീച്ചറായിരിക്കുമല്ലേ? എങ്ങനെ മനസ്സിലായി? അതോ, വനത്തിൽ നിന്ന് ടൗണിലേക്ക് തേനും മറ്റും വിൽക്കാൻ പോകുന്ന ചില കാടന്മാരും ഇടയ്ക്ക് വല്ല ഫോറസ്റ്റ് ഓഫീസർമാരും മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ വരാറുള്ളത് ടീച്ചർമാരാ. ടീച്ചർ സ്ഥിരമാണോ അത് താൽക്കാലികമാണോ? സ്ഥിരാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ആരോടും നിൽക്കാറില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ.
ഹലോ. ടീച്ചറാണല്ലേ? ഈ സ്കൂൾ ഇങ്ങനെയാക്കിയത് അധ്യാപകരാണ്. മന്ത്രിയും MLA യും MP യും അടക്കം വന്ന് ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത സ്കൂളാണിത്. ആദ്യകാലം ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ടീച്ചർമാരാരും 2 മാസം തികച്ചു നിൽക്കാറില്ല. ഇതിപ്പോൾ 5.5 വർഷത്തിലധികം പൂട്ടിക്കിടുന്നതിന് ശേഷമാണ് ഇന്ന് തുറക്കുന്നത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ കുറച്ച് കുട്ടികൾ വരുമോ എന്ന്. എന്താ നിങ്ങളുടെ പേര്? ചുരുളി, അപർണ, കാന്തി, ചാമി, മണി. എന്താ ടീച്ചറിന്റെ പേര്? ടീച്ചറുടെ പേരോ? ടീച്ചറുടെ പേര് വിദ്യ. നല്ല പേരാണോ? നല്ല പേര്. എന്നാ നമുക്ക് പാഠം തുടങ്ങിയാലോ? വായിച്ചേ. ഇതൊന്ന് വായിച്ചേ. മലയാള അക്ഷരമാല നിങ്ങൾക്ക് അറിയില്ലേ? ഇതാണ് ആ, ഇതാണ് ആ. ഹലോ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ ഫസ്റ്റ് ഡേ? അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അതെന്തു പറ്റി? യാത്രയുടെ പ്രശ്നമാണോ? യാത്രയുടെ ബുദ്ധിമുട്ട് പിന്നെയും പോട്ടെന്ന് വെക്കാം. അവിടുത്തെ പിള്ളേരുടെ കാര്യം ഒട്ടും സഹിക്കാൻ പറ്റാത്ത. മലയാള അക്ഷരമാല പോലും അറിയാത്ത കുറെ എണ്ണം. അതിനെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ല കാട്ടുപോത്തിന്റെ ചെവിയിൽ തോന്നുന്നതാ. നീ തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫറിന് നോക്കാം. നീ പിന്നെ ഈ ആദിവാസി പിള്ളേരല്ലേ, അതുങ്ങളെയൊന്നും പഠിപ്പിച്ചില്ല, ആരും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാകില്ല. എടി, എനിക്കൊരു കോള് വരുന്നുണ്ടല്ലോ, ഞാൻ എന്നാ നാളെ വിളിക്കാം. ശരി. ഞാനിന്ന് DO ഓഫീസിൽ ചെന്ന് സ്ഥലം മാറ്റത്തിനുള്ളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ഹോംവർക്ക് എല്ലാരും ചെയ്തോ? ആരും എന്താ ഒന്നും മിണ്ടാത്തെ? സുർലി എന്താ ഹോംവർക്ക് ചെയ്യാത്തെ? എന്താ ഹോംവർക്ക് ചെയ്യാത്തേന്ന്? ആർക്കും ഒരു അക്ഷരം അറിയില്ല താനും. എന്നാ പഠിപ്പിച്ചു തരുന്നതൊന്നും പഠിക്കേയില്ല. ഞാനെന്ന് ഇങ്ങോട്ട് വരുന്നേ നിങ്ങളെ ഗോഷ്ടി കാണാനല്ല. നിങ്ങളെല്ലാരും പഠിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നേ. സുർലി എന്താ ഹോംവർക്ക് ചെയ്യാത്തെ? ഇന്നലെ കുടിയിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോ അവർക്ക് അക്ഷരങ്ങൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അയ്യേ, അതിനെന്തിനാ സുരളി കരയുന്നത്? ടീച്ചർ ഒരു തമാശ പറഞ്ഞതല്ലേ. അച്ഛനും അമ്മയ്ക്കും അറിയില്ലെങ്കിൽ എന്താ ടീച്ചർ പറഞ്ഞു തരില്ലേ? അതിനല്ലേ ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നേ. കരച്ചിൽ നിർത്തിക്കേ. വാ, എല്ലാവരും വാ. ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമുക്കിന്നൊരു പുതിയ പാഠം പഠിച്ചാലോ? പഠിക്കാം.
നീ ഇന്ന് എന്താ മോളെ ഇത്ര വൈകിയത്? ഒന്നും പറയണ്ട അച്ഛാ, ബസ് കിട്ടാൻ ഇച്ചിരി വൈകി. അതെ, ഡി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. നിനക്ക് ടൗണിലേതോ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നാ പറഞ്ഞു. ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ക്ലാസ് ഇഷ്ടായോ? എന്നാലേ ടീച്ചർ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ഹായ് ലഡു. ദാ എല്ലാവരും കഴിച്ചു. എന്താ ടീച്ചറെ വിശേഷം? നിങ്ങൾ ആദ്യം കഴിക്കേ, എന്നിട്ട് ടീച്ചർ പറയും. ടീച്ചർ നാളെ മുതൽ സ്കൂളിലേക്ക് വരില്ല കേട്ടോ. ടീച്ചർക്ക് വേറെ സ്കൂളിൽ സ്ഥലം മാറ്റം കിട്ടി. നിങ്ങൾ ആരും എന്തൊന്നും മിണ്ടാത്ത 2 ദിവസത്തിനുള്ളിൽ എന്നെക്കാളും നല്ല ടീച്ചർ വരില്ലേ? ടീച്ചർ പോവാൻ നേരം നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ടീച്ചർക്ക് വിഷമാവും കേട്ടോ. എന്താ സുരുളി? ടീച്ചറിന് ഞങ്ങൾ ഇഷ്ടമല്ലാത്തോണ്ടാണ് പോണേ. നീ പഠിച്ചിട്ടുണ്ടോ? നീ? ഞാനൊന്നും പഠിച്ചില്ല. നീയാ? ഞാനൊന്നും പഠിച്ചില്ല. അതെ, ടീച്ചറും ടീച്ചറും. ഹലോ, 2Bയിലെ അശ്വിൻ്റെ അമ്മ അല്ല. പിന്നെ 3Bയിലെ അശ്വതിയുടെ അമ്മ അല്ല. ഓ, എൻ്റെ ഒരു മറവി. കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടതല്ലേ 7Bയിലെ രോഹിത്തിന്റെ ചേച്ചി. അല്ല, ഞാൻ പുതിയ അപ്പോയിന്റ്മെന്റാ. ഓ, മുതുമലക്കാട്ടിലെ ടീച്ചർ. ജാടക്കാരിയാ. എങ്ങനെയുണ്ട് മോളെ പുതിയ സ്കൂളൊക്കെ? കുഴപ്പമില്ല അച്ഛാ. പിന്നെ നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? മുതുമല സ്കൂളിൽ പുതിയ നിയമനം അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടത്. ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്തിനാ പിന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചത്? ആ മോള് വാ, അച്ഛൻ ചോദിക്കട്ടെ. ആഹാരത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ? ഉണ്ട് നിറഞ്ഞിരിക്കുന്നവന് കൊടുക്കുമ്പോഴല്ല, വിശന്നു വലഞ്ഞിരിക്കുന്നവന് നൽകുമ്പോൾ. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും. ഏറ്റവും അർഹതപ്പെട്ടവർക്ക് നൽകുക. ടൗണിലെ സ്കൂളിൽ നീ ഇല്ലെങ്കിൽ നിനക്ക് പകരം വേറെ 1000 പേര് വരും. പക്ഷേ മുതുമലയിലെ കുട്ടികൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം നൽകാൻ നീ മാത്രമേ ഉള്ളൂ. ടീച്ചറേ
കരുതിയത് ടീച്ചർ ഇനി ഇങ്ങോട്ട് വരേയില്ല എന്നാ. അങ്ങനെ വരാതിരിക്കാൻ ടീച്ചർക്ക് കഴിയോ? അങ്ങനെ വരാതിരുന്ന നിങ്ങൾ ആരാ പഠിപ്പിക്കുക? ടീച്ചർ ഇനി ഞങ്ങളെ വിട്ടിട്ട് പോവോ? ഇല്ലാട്ടോ, നിങ്ങളെ വിട്ടിട്ട് ടീച്ചർ ഇനി എവിടേക്കും പോവില്ല. എന്നാ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ. പണ്ടൊരു രാജ്യത്ത്